Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Workaby. ഞാൻ ആഷിക് ജോയി. As usual, let us begin with a prayer. Pater noster, qui es in celis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimitte nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. ആമേൻ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. വളരെ വേദനാജനകമായ ഒരു വാർത്ത. ചാർലി കിർക്ക് കൊല്ലപ്പെട്ടു. ചാർലി കിർക്ക് അമേരിക്കയിലെ ഇത്രയധികം സ്വാധീനമുള്ള ഒരു യുവാവ് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയധികം ജനങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് യൂത്തിനിടയിൽ സ്വാധീനമുള്ള ഒരു മനുഷ്യൻ, അതേസമയം ഒത്തിരി വെറുപ്പ് സമ്പാദിച്ച ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു കത്തോലിക്കയാണ്. ഇദ്ദേഹം ഇവാഞ്ചലിസ്റ്റ് സഭയിൽപ്പെട്ടതാണ്. എങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് ഇദ്ദേഹം തൻ്റെ ഭാര്യയോടൊപ്പം കത്തോലിക്ക പള്ളിയിൽ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും പരിശുദ്ധ കന്യകാമറിയത്തെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, സത്യത്തിന് വേണ്ടി നിലനിന്നൊരു വ്യക്തി, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിലനിന്നൊരു വ്യക്തിയെന്ന്. ചിലപ്പോൾ തോന്നും നമ്മുടെ കാർലോ അക്യൂട്ടിസിനേക്കാളും ഒരു ധീര പോരാളിയാണ് ഇദ്ദേഹം നമുക്ക് തോന്നും. കാരണം ഇദ്ദേഹം ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്തെങ്കിലും അഴിമതി നടത്തിയതിൻ്റെ പുറത്ത് ആൾക്കാർ കൊന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ത്രീ വിഷയത്തിൻ്റെ പേരിൽ ആൾക്കാർ കൊന്നതോ ഒന്നുമല്ല. യേശുവിൻ്റെ നിലപാടുകൾക്ക് വേണ്ടിയിട്ട്, യേശു പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മോറലായിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്ത് സത്യത്തിന് വേണ്ടി നിന്നതിൻ്റെ പുറത്താണ് ഇദ്ദേഹം ഇത്ര അധികം വെറുപ്പ് സമ്പാദിച്ചത്. അപ്പോൾ ഇദ്ദേഹം ഒരു കത്തോലിക്കൻ കൂടി ആയിരുന്നെങ്കിൽ എന്തായിരിക്കും ആ തീ എന്നത് ചിന്തിച്ച് നോക്കും. നിർഭാഗ്യവശാൽ നമുക്കറിയത്തില്ല, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടായേക്കാം ഇനി വരും മാസങ്ങളിൽ സഭയിൽ ചേരാൻ. കാരണം ഒരു കത്തോലിക്കൻ്റെ ജീവിതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ഭാര്യയുടെ സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാവാം. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടു, തൻ്റെ ഭർത്താവിൻ്റെ ചാർലി കിർക്കിൻ്റെ മൃതശരീരവുമായിട്ട് പോകുന്ന ആ ഒരു വാഹനത്തിൽ നിന്ന് കരങ്ങൾ പുറത്തേക്കിട്ട് ജപമാല പിടിച്ച് അഭിസംബോധന ചെയ്യുന്ന ചാർലി കിർക്കിൻ്റെ ഭാര്യ. ചാർലി കിർക്കിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചു, നിങ്ങളിതൊക്കെ ഈ ദിവസങ്ങളിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ചാർലി, നീ മരിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെ പേരിലായിരിക്കണം നീ അറിയപ്പെടേണ്ടത്? ഇദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം ഭാവിയിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡൻ്റ് ആവാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ്. ട്രംപിൻ്റെ ഏറ്റവും അടുത്ത അനുയായി കൂടിയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞില്ല ഞാൻ അറിയപ്പെടേണ്ടത് എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കാരണമാണ് എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഞാൻ അറിയപ്പെടേണ്ടത് ഏറ്റവും നല്ലൊരു മോട്ടിവേഷണൽ സ്പീക്കർ എന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞത് ഞാൻ അറിയപ്പെടേണ്ടത് ധീരനായ ഒരു വിശ്വാസി എന്ന പേരിലാണ് ഞാൻ അറിയപ്പെടേണ്ടത്. കാരണം ഇദ്ദേഹത്തിൻ്റെ നമ്മൾ എക്സിൽ ഇദ്ദേഹത്തിൻ്റെ ട്വിറ്റുകളൊക്കെ നോക്കുമ്പോൾ കാണാം, യേശുവിനെ ഉയർത്തിപ്പിടിക്കുന്നൊരു ജീവിതമായിരുന്നു. യേശു എന്താണോ ഒരു മോറൽ ഇഷ്യൂവിനെ പറ്റി പറഞ്ഞത്, യേശു ഗർഭചിത്രത്തെ പറ്റി എന്താണോ പറഞ്ഞത്, അതാണ് ചാർലിയുടെ അഭിപ്രായം. യേശു എന്താണ് സ്വർഗ്ഗഭോഗത്തെ പറ്റി പറഞ്ഞത്, അതാണ് ചാർലിയുടെ അഭിപ്രായം. യേശു എന്താണ് സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞത്, അതാണ് ചാർലിയുടെ അഭിപ്രായം. ഇങ്ങനെ തൻ്റെ ജീവിതത്തിലെല്ലാം ക്രൈസ്റ്റ് സെൻറ്റേർഡ് ആക്കിയിട്ടുള്ള ഒരു മനുഷ്യൻ. കത്തോലിക്കനല്ല എന്നുള്ള ഒരൊറ്റ കുറവേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അദ്ദേഹം തീരുമാനം എടുത്തിട്ടുണ്ടായേക്കാം ഇനി ഭാവിയിൽ അദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേരുമെന്ന്. അത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. എന്നിരുന്നാലും ഇന്നലെ ഞാൻ പോയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട്, ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി ഞാനൊരു പരിശുദ്ധ കുർബാന ചൊല്ലിച്ചു. കാരണം ഇത്രയും ധീരനായ ഒരു പോരാളിക്ക് വേണ്ടിയിട്ട് നമ്മളതൊന്നും ചെയ്താൽ പോരാ. ഇതാണ് ഞാൻ എന്താണ് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് യൂട്യൂബ് ചാനൽ ആഷിക്ക് തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടുള്ള കാര്യം. മക്കബീസിനെ പോലെ, മക്കാവായരെ പോലെ ധീരന്മാരായിട്ടുള്ള കുറച്ച് കത്തോലിക്കരായിട്ടുള്ള യുവാക്കൾ ഉയർന്നു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു കാരണം. അതായത് ഇങ്ങനെ നമുക്ക് ചാർലി കിർക്ക് എന്ന് നമുക്ക് പറയാനുണ്ട് അമേരിക്കക്കാരോട് ചോദിച്ചാൽ നമുക്കാരുണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ പോട്ടെ, ഒരു പൊതുവേദിയിൽ സത്യത്തിന് വേണ്ടി നിൽക്കുന്ന, കത്തോലിക്ക വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന ഒരു പോരാളി ആരെങ്കിലും ഉണ്ടോ? നമുക്കില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ചാർലി കിർക്കിന് ഇവർ വധിച്ചു, ഇനി പതിനായിരക്കണക്കിന് ചാർലി കിർക്കുമാർ ഉയർന്നു വരും. അപ്പോൾ ഇതാണ് ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്. നമ്മൾ കത്തോലിക്കർക്ക് കുറച്ചുകൂടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ യുക്രിസ്റ്റിക് സെൻറ്റേർഡ് ലൈഫ്.
ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് യുവജനങ്ങളിൽ നിന്ന്. അപ്പം നമ്മൾ നമ്മുടെ തലയ്ക്ക് അകത്ത് നിന്ന് ആദ്യം എടുത്ത് കളയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളെപ്പോഴും പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അത് നമ്മുടെ കരിയറിലാണെങ്കിലും സ്പിരിച്വൽ ലൈഫിലാണെങ്കിലും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ്: നാട്ടുകാരെന്ത് വിചാരിക്കും. നാട്ടുകാരിൽ എല്ലാവരും ഉൾപ്പെടും കേട്ടോ. നാട്ടുകാരെന്ത് വിചാരിക്കും, ആളുകളെന്ത് വിചാരിക്കും. ഒരു പബ്ലിക് പ്ലേസിൽ പോയി, റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ദ ഫാദർ, സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ് പ്രാർത്ഥനയുണ്ട്. ബ്ലസ് us, O Lord, and thy gifts which we are about to receive from thy bounty through Christ our Lord. Amen എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ നാണക്കേടാണ് നമുക്ക്, അല്ലേ? പ്രാർത്ഥന പോലും വേണ്ട, പിതാവിനും പുത്രനും ആൾക്കാരും കാണുകയെ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് നാണക്കേടാണ്. ആൾക്കാരെന്ത് വിചാരിക്കും? ഇതെടുത്ത് മാറ്റണം പ്രിയമുള്ളവരെ. എന്നെ വളരെയധികം അലട്ടിയിരുന്ന ഒരു വിഷയമാണ് ഇത്, നാട്ടുകാരെന്ത് വിചാരിക്കും. പിന്നെ എനിക്ക് എങ്ങനെയോ ഒരു ബോധ്യം കിട്ടി, ഇതാണ്: നാട്ടുകാരെ നിന്നെപ്പറ്റി എന്ത് വിചാരിച്ചാലും, ഇനി നല്ലത് വിചാരിച്ചാലും, എടാ പൊന്നു മോനെ, യേശു നിന്നെപ്പറ്റി നല്ലത് വിചാരിച്ചില്ലെങ്കിൽ എല്ലാം കഴിഞ്ഞില്ലേ. നാട്ടുകാരെ നിന്നെപ്പറ്റി, നീ നാട്ടുകാരെ പ്രസാദിപ്പിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നിനക്ക് കയ്യടി കിട്ടും. പക്ഷേ യേശുവിന് നിന്നെപ്പറ്റി ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം കട്ടപ്പുകയല്ലേ. നാളെ മരണശേഷം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഈശോ പറയുകയാണ്, ഞാൻ നിന്നെ അറിയുകയില്ല. നീ ആരാ? ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെ അപ്പീലില്ല. അവിടെ ഇനി ഡയലോഗ്സ് ഒന്നുമില്ല. നിത്യ നരകാഗ്നിയിലോട്ടാണ്. അപ്പോൾ അന്ന് യേശു നമ്മളെ കാണുമ്പോൾ, എൻ്റെ പൊന്നുമോനെ ഇങ്ങനെ കയറി വാടാ എന്ന് പറയണമെങ്കിൽ യേശു ജീവിച്ചതുപോലെ സത്യത്തിന് വേണ്ടി നിൽക്കണം. ആ സത്യം കാത്തലിക് ഫെയ്ത്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സത്യമായിരിക്കണം. എന്തായാലും നമ്മൾ മരിക്കുമല്ലോ, നമ്മൾ എത്ര കാലം ജീവിക്കും? ഇന്ന് ഹൃദയാഘാതം വന്ന്, ക്ലോട്ട് വന്ന്, കുഴഞ്ഞു വീണ് ഇഷ്ടം പോലെ, ഞാൻ ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു, ഈ മരിച്ച ആൾക്കാരുടെ റെക്കോർഡ്സ്. എനിക്ക് മടുത്തു. ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നത്, ഹൃദയാഘാതം വന്ന് മരിക്കുന്നത് നമുക്കറിയാം എന്തുകൊണ്ടാണെന്നുള്ളത്. ഞാനത് നോക്കി എടുത്ത് വെച്ച് മടുത്തു. ഇപ്പം ഞാനതൊന്നും കളക്ട് ചെയ്യാറില്ല. അത്രയധികം ആൾക്കാർ മരിക്കുന്നു. ഒരു കുമിള പോലെയുള്ളൂ നമ്മുടെ ലൈഫ്. എന്തായാലും മരിക്കും. അപ്പോൾ ലൈഫ് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ ജീവിച്ചുകൊണ്ട്, കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചുകൊണ്ട് മരിക്കുക. അപ്പോൾ നമുക്ക് അഡ്രസ്സോട് കൂടെ മരിക്കാം. ഗ്യാരൻ്റി ഉണ്ട് നിത്യജീവൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് ലൈഫ് റിസ്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ലൈഫ് റിസ്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ്, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ട് ജീവിതം, സാക്രമെൻറ്റ്സ് കേന്ദ്രീകൃതമായിട്ടുള്ളൊരു ജീവിതം. നിങ്ങൾ, അതായത് യേശുവിന് വേണ്ടി നിങ്ങൾ പലതും സാക്രിഫൈസ് ചെയ്യണം. മറ്റു പലതിനും വേണ്ടി യേശുവിനെ സാക്രിഫൈസ് ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. യേശുവിനെ പ്രതി നമ്മൾ മറ്റു പലതും സാക്രിഫൈസ് ചെയ്യണം. ചാർലി കിർക്കും തൻ്റെ ഭാര്യയും ഉണ്ടായിരുന്ന ഒരു ഇൻ്റർവ്യൂവിലും ഒരാൾ ചോദിച്ചു, നിങ്ങളെങ്ങനെയാണ് സ്ഥാപത്ത് ആചരിക്കുന്നത്, ഞായറാഴ്ച ദിവസം എങ്ങനെയാണ് ആചരിക്കുന്നത്? അപ്പം വൈഫ് പറഞ്ഞ കാര്യം ഇതാണ്: ചാർലി ഞായറാഴ്ച ആയാൽ ഉടനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഡ്രോയറിലങ്ങ് വെക്കും. പിന്നെ അവിടെ ലോകത്തിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ഡിസ്റ്റർബൻസും ഇല്ല. ഇതാണ് ഫസ്റ്റ് തിങ് അവർ ചെയ്യുന്നത്. ഇതാണ് അവരുടെ സ്ഥാപത്തിൻ്റെ തുടക്കം. അപ്പം നമ്മുടെ പിള്ളേരെ നമ്മൾ പുറത്ത് പഠിപ്പിക്കാൻ വിടുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ എന്നെ പലരും വിളിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതാണ്, അവർ പറയണത്, ഞാൻ ചോദിക്കും, കുർബാനയ്ക്ക് പോകാറുണ്ടോ? ഇല്ല. ഇട ദിവസങ്ങളിൽ പോകാറുണ്ടില്ല. സൺഡേസിൽ ഇല്ല. ടൈം കിട്ടുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? കർത്താവ് ചോദിച്ചതുപോലെ, ബോഷ, ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ ഞാൻ വിളിച്ചാൽ ഈ ഒരുക്കി വെച്ചിരിക്കുന്നതൊക്കെ ആരുടേതായി മാറും. അപ്പോൾ ആത്മാവിൻ്റെ കാര്യം നോക്കാതെ മറ്റു കാര്യങ്ങൾ നോക്കുന്നവനെയാണ് ദൈവം ബോഷ എന്ന് വിളിക്കുന്നത്. നമ്മളിത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. നമ്മുടെ ആത്മാവിനെയും സേഫ് ആക്കണം, നമ്മുടെ കരിയറും നമ്മുടെ ഭൗതികമായ കാര്യങ്ങളും നമ്മൾ സേഫ് ആക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ചാർലി കിർക്കിനെ പോലെ ധീരമായ നിലപാടുകളുള്ള വ്യക്തികൾ നമ്മുടെ സഭയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ധീരത നമുക്ക് വേണം. എന്താണ് ധീരത? എല്ലാം സെറ്റിൽഡായി നല്ല ഒരു 10,000-70,000 രൂപ ശമ്പളമായി വെൽ സെറ്റിൽഡായിട്ട് 10-35 വയസ്സിൽ വിവാഹം കഴിക്കുന്നവൻ സത്യത്തിൽ ഭീരുവാണ്. എന്താണ് അവനെ അലട്ടുന്ന പ്രശ്നം? ഈ ചെറിയ കാശ് കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, കേരളത്തിലൊക്കെ ജോലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 10,000, 10,000, 15,000 രൂപയൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ശമ്പളം ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മുടെ പ്രായം 10-25 വയസ്സൊക്കെ ആയിരിക്കും.
അപ്പോൾ ഈ വയസ്സിൽ എങ്ങനെ വിവാഹം കഴിക്കും, എങ്ങനെ കുടുംബജീവിതം മുന്നോട്ട് പോകും എന്ന ആ ഒരു ആശങ്കയിൽ നിന്നാണ് നല്ല ഒരു എമൗണ്ട് സാലറി കിട്ടുന്നത് വരെ നല്ല ലൈഫ് സെറ്റിലായിട്ട് വിവാഹം കഴിക്കാമെന്ന് പറയുമ്പോൾ നിന്നെപ്പറ്റിയുള്ള ദൈവ പദ്ധതികൾ താളം തെറ്റിക്കഴിയും. ഇവിടെയാണ് ധീരത വേണ്ടത്. എന്താണ് ധീരത? ടൈലർ മാർഷൽ, നിങ്ങൾക്കറിയാം, ഡോക്ടർ ടൈലർ മാർഷൽ. അറിയില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കണം. അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ 20-25 വയസ്സിനിടയിലാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. 8ഓളം മക്കളുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ എനിക്കത് 35 വയസ്സിനിടയിൽ അദ്ദേഹത്തിന് 5 മക്കളോ എങ്ങനെ ആയിക്കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഈ ടൈലർ മാർഷൽ ഇവരൊക്കെ കുഞ്ഞു പ്രായത്തിൽ എങ്ങനെ ഇവർക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പക്വത വേണം. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾക്ക് ദൈവാശ്രയം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളും നമ്മുടെ പാരൻസും നമ്മുടെ വിവാഹം കഴിപ്പിക്കുന്നത് ഇത്രയും ലേറ്റ് ആക്കുന്നത്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് നല്ല ശമ്പളമുള്ള ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ശമ്പളമാണല്ലോ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്, എങ്കിൽ മാത്രമേ ഒരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെയല്ല. ദൈവത്തിന് വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു ലൈഫാണ് നമ്മുടേതെങ്കിൽ നമുക്ക് 10-25 വയസ്സിൽ തന്നെ നമുക്ക് വിവാഹം കഴിക്കാം. ചെറിയ ശമ്പളമാണെങ്കിലും 5 അപ്പം 2 മീനേ ഉള്ളതെങ്കിലും അത് 5000 ആക്കി മാറ്റാൻ ഈശോയ്ക്ക് സാധിക്കും. എൻ്റെ ലൈഫ് തന്നെയാണ് എൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ. ഞാൻ 10 ലക്ഷക്കണക്കിന് രൂപ ശമ്പളം ഉണ്ടായിട്ടല്ല ഞാൻ വിവാഹം കഴിച്ചത്. പക്ഷേ എനിക്ക് വിവാഹം കഴിക്കുന്നതിന് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുക, ഒരു മാതൃക നൽകുക എന്നുള്ളത്. അതുപോലെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞ് വലിയൊരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത കുഞ്ഞിന് ജന്മം നൽകുന്നത് പലരും. ആ ഒരു വേളയിൽ, ആ ഒരു ഗ്യാപ്പിൽ, ബോധപൂർവ്വം എടുക്കുന്ന ഈ ഗ്യാപ്പിൽ അതൊരു മാരകഭാവമായിട്ട് മാറുന്നു. അവിടെയും നമുക്ക് ഈ ധീരത വേണം. എന്താണ്? കർത്താവിൻ്റെ മക്കൾ, അത് കർത്താവ് നോക്കിക്കോളും എന്നൊരു ധീരത നമുക്ക് വേണം. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾ ധീരത ഉണ്ടാവുമ്പോഴേ നമുക്ക് ഭൗതികമായ കാര്യങ്ങൾ പ്രതികരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു 10-25 വയസ്സിനുള്ളിൽ വിവാഹം കഴിക്കുക, എത്ര ചെറിയ ശമ്പളമാണെങ്കിലും നോ പ്രോബ്ലം. നീ യേശുവിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുവിനെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ആത്മാക്കളെ നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈശോ നിൻ്റെ കാര്യം ഈശോ നോക്കിക്കോളൂ, ഗ്യാരൻറ്റി. കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക, സഭയ്ക്ക് ഒരു മാതൃക നൽകുക, ലോകത്തൊരു മാതൃക നൽകുക, ഈ മോറൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുക. ചാർലിയുടെയൊക്കെ വീഡിയോസ് നമുക്ക് കാണാം. പബ്ലിക്കായിട്ട് നിന്ന് ആൾക്കാരുടെ ചോദിക്കുകയാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പ്രത്യേകിച്ച് സ്വർഗ്ഗഭോഗവും ഈ പറയുന്ന ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ സംബന്ധിച്ച് അപ്പം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അപ്പം മറുപടിയാണ്. ഇതിങ്ങനെയാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും ഈശോ നമുക്ക് വേണ്ടിയിട്ടും നിലനിൽക്കുമെന്നുള്ളതാണ്. വചനം പറയുന്നു, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന്. സോ വിവാഹം കഴിക്കുക, മക്കൾക്ക് ജന്മം നൽകുക, നല്ലൊരു ബിസിനസ് തുടങ്ങുക, നല്ലൊരു ജോലി ചെയ്യുക, കാശ് സേവ് ചെയ്യുക, ദശാംശം ദൈവത്തിന് കൊടുക്കുക, പാവങ്ങൾക്ക് കൊടുക്കുക, വിശുദ്ധമായ ജീവിതം നയിക്കുക, ലോകത്തിന് സഭയ്ക്ക് ഒരു മാതൃക നൽകുക. ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിൻ്റെ ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോവുക. ഇനി ഈ ലോകം അവസാനിക്കുന്നിടത്തോളം കാലം ഈ ചാർലി കിർക്കിനെ ആരെങ്കിലും മറക്കുമോ? മറക്കത്തില്ല. സ്തെഫാനോസിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സ്തെഫാനോസ് യേശുക്രിസ്തുവിനെ പറ്റി വളരെ ചെറിയ പ്രായമുള്ള സ്തെഫാനോസ് യേശുക്രിസ്തുവിനെ പറ്റിയിട്ട് പഴയ നിയമഗ്രന്ഥങ്ങളിൽ നിന്നുള്ള കോട്ട്സൊക്കെ എടുത്ത് പറഞ്ഞ് അവസാനം പറയുന്നത് ജീസസ് ഈസ് ദ മെസ്സായ എന്ന് യഹൂദ ജനതയോട് പറഞ്ഞപ്പോൾ ഇവർ കല്ലുകളെടുത്ത് സ്തെഫാനോസിനെ എറിഞ്ഞു കൊല്ലാൻ നോക്കുകയാണ്. ഈ സമയത്ത് ആത്മാവിൽ നിറഞ്ഞ് സ്തെഫാനോസ് സ്വർഗത്തിലോട്ട് നോക്കിയപ്പോൾ കാണുന്ന രംഗം എന്താണ്? നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഈശോ ഉപവിഷ്ടനായി എന്ന്. ഈശോ ഉപവിഷ്ടനായി, ഈശോ ഇരുന്നു പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത്. സ്തെഫാനോസ് കർത്താവായ യേശുവിന് വേണ്ടിയിട്ട് നിലപാടെടുത്തപ്പോൾ, രക്തസാക്ഷിയാവുന്നതിന് മുൻപ് അവൻ സ്വർഗത്തിലോട്ട് നോക്കിയപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് ഈശോ, വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ, എൻ്റെ വിശ്വസ്തനും നല്ലവനായ ഭൃത്യ, യേശു നിന്നുകൊണ്ട് അവനെ സ്വീകരിച്ചു. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഈശോ ഇരിക്കുന്നതായിട്ടാണ് പറയണത്. ഇവിടെ സ്തെഫാനോസ് നിൽക്കുകയാണ്. അതാണ് ഈശോ കർത്താവ് പഴയ നിയമത്തിൽ പറയണത്, എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ദൈവം ഒരുവനെ മാനിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അവിടെ നിങ്ങൾ ഒന്നുകൊണ്ടും ഭയക്കേണ്ട ആവശ്യമില്ല. യേശുവിന് വേണ്ടി നിലനിൽക്കുക, സഭയുടെ ഒഫീഷ്യൽ പ്രബോധനങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുക, വിവാഹം കഴിക്കുക, മക്കൾക്ക് ജന്മം നൽകുക, ഒരു മാതൃക സമൂഹത്തിൽ നൽകുക, വിശുദ്ധമായ ജീവിതം നയിക്കുക, ക്രൈസ്റ്റ് സെൻറ്റേർഡ് ജീവിതം നയിക്കുക, ക്രിസ്തുവിന് വേണ്ടി സകലതും സാക്രിഫൈസ് ചെയ്യുക, ക്രിസ്തുവിനെ നിന്നിൽ നിന്നും അകറ്റുന്ന സകലത്തിൽ നിന്നും നീ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുക, ഒരു വിശുദ്ധ ജീവിതം നയിക്കുക, മക്കൾക്ക് യേശുവിനെ കൊടുക്കുക, ലോകത്തു നിന്ന് സെപ്പറേറ്റഡ് ആയിട്ടുള്ള ലൈഫ് നയിക്കുക, ലോകം പറയുന്നത് കേൾക്കാതെ യേശു പറയുന്നത് കേൾക്കുക, ലോകത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കാതെ യേശുവിനെ പ്രസാദിപ്പിച്ചൊരു ജീവിതം നയിക്കുക, അവസാനം
നിത്യജീവൻ പ്രാപിക്കുക. അപ്പോൾ ചാർലി കിർക്കിനെ പോലെ നാളെ സമൂഹവും, നാളെ ചാർലി കിർക്കിനെ അറിയാത്ത ഒരാളായാണ് ഞാൻ ചാർലി കിർക്കിന് വേണ്ടി കുർബാന അർപ്പിച്ചു. നാളെ നിൻ്റെ ജീവിതം കണ്ടിട്ട് ജനകോടികൾ ഉയരട്ടെ, നിൻ്റെ ജീവിതം കണ്ടിട്ട് അനേകർ ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടട്ടെ. ഒരാളെയും ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മൾ യേശുവിനെ മാത്രം ഭയന്നാൽ മതി. ഈശോ ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ ശരീരത്തെ മാത്രം കൊല്ലുവാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും നരകത്തിലേക്ക് തള്ളിക്കളയാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. അതെ, ഞാൻ പറയുന്നു, അവനെ ഭയപ്പെടുവിൻ. ക്രൈസ്റ്റ് ഈസ് ദ കിങ്. പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ്തേക്കും ബെനഡിക്താത്തുവിൻ മുളിയിരിബൂസ് എൽ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസൂസ് സാങ്താ മരിയ മാതർ ദൈവ് ഓരാ പ്രോ നോബീസ് പെക്കാത്തോരിബൂസ് മുങ്കിയത്തിനോര മോർത്തിസ് നോസ്ത്രേ. ആമേൻ. വിവ ക്രിസ്തോറെ.